ആലുവയിൽ നിന്നുള്ള മലയാളികളുടെ കൂട്ടായ്മയായ അരോമയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഗാനമേളയും ഗെയിം ഷോയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ദുബായ് ബ്ലൂ സിറ്റി റെസ്റ്റോറന്റിലായിരുന്നു അരോമയുടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടന്നത്. NTV ചെയർമാൻ മാത്തുക്കുട്ടി കഡോൺ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് ഉപയോഗത്തിന്റെയും അതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അദ്ദേഹം സദസ്സിനെ ഓർമ്മിപ്പിച്ചു. 2026 ഫാമിലി വർഷമായി UAE ആചരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിന് ഓരോരുത്തരും മുൻഗണന നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 45% പുതിയതായി കല്യാണം കഴിച്ച ചെറുപ്പക്കാർ ഡിവോഴ്സ് ചെയ്തുവെങ്കിൽ അതിന്റെ കേസ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം നീങ്ങുന്നത് ഒരു കറക്റ്റായ ദിശയിലാണ്. അല്ലാത്ത ആശങ്ക നമുക്ക് നല്ല ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ഓരോ പ്രാദേശിക സംഘടനകൾക്കുമുണ്ട്. ഇവിടെ പ്രായമുള്ളവരെ അധികം സ്ത്രീകളെ അധികം കണ്ടില്ലെന്നാ പറയുന്നത്. എന്റെ ആശങ്ക അതല്ല, ചെറുപ്പക്കാരോട് അധികം ഇല്ല എന്നുള്ളതാണ്. അധികം പ്രായമുള്ളവരൊന്നുമില്ല, എന്നോട് പറഞ്ഞില്ല. ചെറുപ്പക്കാരെ കുറെ കൂടെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. കുട്ടികളെ ഞാൻ മനസ്സിലാക്കിയത് എന്റെ മകനടക്കം അതിന് പറഞ്ഞ മറുപടി, അവനൊക്കെ വലിയ താല്പര്യമായിരുന്നതിന് ബാംഗ്ലൂർ പഠിക്കുന്ന കാലത്ത് 1-2 മാസം ഇതിന്റെ വേണ്ടി പ്രയത്നിച്ചു തുടങ്ങിയപ്പോൾ അവർ പറയുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ ആട്ടും അവരുടെ മുഴുവൻ കുട്ടി ഇത്ര പാടി പഠിച്ചിട്ട് ഒരു IAS IPS IFSകാരന് എന്ത് ഒരു ഉത്തരവാദിത്തത്തിൽ പണിയാൻ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അരോമ വൈസ് പ്രസിഡന്റ് നൌഫൽ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് സലീം, സിദ്ദിഖ് മുഹമ്മദ്, അഡ്വക്കേറ്റ് ഫെബി മൊയ്തീൻ, ഷിഹാബ്, ലൈജു കാരോത്തുകുഴി എന്നിവർ സംസാരിച്ചു. മുഖ്യാതിഥിയായ മാത്തുക്കുട്ടി കഡോണിന് അരോമ സീനിയർ മെമ്പർ അബ്ദുൽ അസീസ് ഉപഹാരം നൽകി. ഗായകൻ നിസാൻ സഫ, പ്രസാദ് മാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും സിദ്ദിഖ് മുഹമ്മദ് നയിച്ച ഗെയിം ഷോയും നടന്നു. ജനറൽ സെക്രട്ടറി അനൂപ് എളമന സ്വാഗതവും സെക്രട്ടറി അബ്ദുൽ കലാം നന്ദിയും പറഞ്ഞു. സനു ഖാനായിരുന്നു കലാപരിപാടികളുടെ കോർഡിനേറ്റർ. NTV ദുബായ്. NTV UAE to the world.